അപ്പോൾ ഇന്ന് ഞാനൊരു കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് കുക്കിംഗ് ചോക്ലേറ്റ് ഇരിപ്പുണ്ടായിരുന്നല്ലോ, കുറച്ചേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. കുറച്ചല്ല, അത്യാവശ്യമുണ്ട് കേട്ടോ. ഒരു 50 ഗ്രാം 50 ഗ്രാമേ കൂടുതലുണ്ട്. എല്ലാം ഫ്രിഡ്ജിൽ ഉരുണ്ട് വീഴാനൊക്കെ പാകത്തിനിരിക്കുകയാണ്. ആരും ഞെട്ടണ്ട, എല്ലാം തലയും കുത്തി മറിഞ്ഞൊക്കെ ഇരിക്കുകയാണ്. നമ്മളുടെ ബട്ടർ, വേറൊരു ബട്ടർ ഉണ്ടായിരുന്നല്ലോ. ഇതിനകത്ത് ഇച്ചിരി സീനാണ് എടുക്കുന്നത്. ഇതൊക്കെ എന്താണെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. നിങ്ങളുടെ ഒക്കെ വീട്ടിലെ ഫ്രിഡ്ജിന് വലിയ അവസ്ഥയാണോ? അപ്പോൾ ഇതിനകത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരു 100 ഗ്രാം ബട്ടറൊക്കെ ഇട്ടിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഹലോ, അപ്പം ഞങ്ങൾ ഇന്നൊരു ചിക്കൻ ബിരിയാണി വെക്കാൻ പോവാണ്. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും മമ്മിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അത്യാവശ്യം വലിയൊരു ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ വലിയ ചിക്കൻ ബിരിയാണി ഉദ്ദേശിച്ചത് എനിക്കൊരു പ്രത്യേകതര ഇഷ്ടമുണ്ട് കേട്ടോ. ഈ തലേന്നത്തെ ചിക്കൻ ബിരിയാണി ചൂടാക്കി പിറ്റേ ദിവസം കഴിക്കുക എന്നുള്ളത്. ചൂടാക്കി പിറ്റേ ദിവസം ഒരു നേരമല്ല കേട്ടോ, 3 നേരം അത് കഴിക്കാൻ എനിക്കിഷ്ടമാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും. വൈകുന്നേരത്തേക്ക് തികഞ്ഞാൽ കഴിക്കും, ഇല്ലെങ്കിൽ ഉച്ച കൊണ്ട് പരിപാടി അവസാനിപ്പിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് ഹെൽത്തിന് നല്ലതാണോ എന്നറിയില്ല. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതായതുകൊണ്ട് നമുക്കറിയാമല്ലോ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർത്തതെന്ന്. അതുകൊണ്ട് അത്ര അൺഹെൽത്തി ആണെന്ന് തോന്നുന്നില്ല. കടയിലേക്ക് എത്രയോ പേര് മേടിച്ചുകൊണ്ട് വെച്ച് ചൂടാക്കി കഴിക്കില്ലേ. നമ്മളും സാഹചര്യത്തിനനുസരിച്ച് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം എനിക്ക് കുക്കിങ്ങിന് ടൈം കിട്ടുന്നത് കൊണ്ട് വീട്ടിൽ തന്നെയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നതെല്ലാം. അതുകൊണ്ടിപ്പം നമ്മൾക്ക് നല്ല രുചിയുള്ള ഭക്ഷണവും കഴിക്കാം, അതേപോലെ കാശും ലാഭമാണ്. കടയിൽ നിന്നാണെങ്കിൽ ഒരു നേരം മേടിക്കുമ്പോൾ തന്നെ കയ്യിൽ കാശ് തീരും. ഇതാവുമ്പോൾ നമ്മളുടെ കയ്യിലെ കാശും കൊണ്ട് ഒരു ദിവസം മുഴുവൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും വീട്ടിലാണെങ്കിൽ. കടയിലാണെങ്കിൽ ഒരു നേരം മേടിക്കുമ്പോൾ തന്നെ പോക്കറ്റ് കാലിയാവുന്ന അവസ്ഥയാണ്. അത്രയും വിലയാണ് സാധനങ്ങൾക്കെല്ലാം ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നൊരു ഉഴുന്നുവടയ്ക്ക് 10 രൂപയാണെങ്കിൽ നാളെ 12, 15, 20 മേടിക്കുന്ന കടക്കാരുണ്ട്. അപ്പം അതാണ് ഇന്നത്തെ അവസ്ഥ. പണ്ടൊക്കെ കട്ട്ലേറ്റിന് വെറും 12 രൂപയാണെങ്കിൽ ഇന്ന് ആ സ്ഥാനത്ത് 30 രൂപയുണ്ട് കട്ട്ലേറ്റിന്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനിപ്പം അധികമൊന്നും പുറത്തുനിന്ന് മേടിക്കാറില്ല. പിന്നെ അത്രയ്ക്കും ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ മാത്രമേ വെളിയിൽ നിന്ന് മേടിക്കുകയുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, എനിക്ക് തലേന്നത്തെ ബിരിയാണി അങ്ങനെ ചൂടാക്കി കഴിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഓവനിൽ ഇടയ്ക്കിടയ്ക്ക് വെച്ച് ചൂടാക്കുമ്പോഴത്തേക്ക് ഈ റൈസിൻ്റെ ടേസ്റ്റ് അങ്ങ് കൂടുന്ന പോലെ ഫീൽ ചെയ്യും, കാരണം ഈ നെയ്യുടെയും ഒക്കെ. അപ്പം ഞാൻ ആദ്യമേ ഇന്ന് വെക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ. ഞാനും മമ്മിയും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പകുതി ജോലികൾ ബാലൻസ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടി തീരും കേട്ടോ. ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ ഒരാൾ ഞാൻ പാത്രങ്ങൾ കഴുകും, മമ്മി ഇതൊക്കെ എനിക്ക് അരിഞ്ഞു തരും. അപ്പം സംഗതി ഈസി ആയില്ലേ. ഒറ്റയ്ക്ക് കുക്ക് ചെയ്യാൻ എനിക്ക് ചെറിയൊരു മടിയുണ്ട് കേട്ടോ. മമ്മിയും കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു സന്തോഷമാണ്. ഒരുമിച്ച് കുക്ക് ചെയ്യുമ്പോൾ വേറൊരു വൈബാണ്. പഴയ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ അധികം പരദൂഷണം പറയാത്ത പാർട്ടികളാണ് ഞങ്ങൾക്ക് 2 പേർക്കും അതിനോട് താല്പര്യമില്ല കേട്ടോ. അങ്ങനെ കുറ്റവും കുറവൊന്നും പറയുന്നതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളുടെ പണ്ടത്തെ കാലത്തെ ഓർമ്മകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചിരിച്ച് അടിച്ച് പൊളിച്ചാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള പരിപാടിയായിട്ട് ഒരിക്കലും തോന്നാറില്ല കേട്ടോ. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുമ്പോൾ ആ ഒരു വിഷമം ഇല്ലാണ്ടില്ല കേട്ടോ. ചെറിയൊരു ദേഷ്യമൊക്കെ വരാതിരിക്കില്ല, വരും കേട്ടോ. മമ്മി കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഡബിൾ ഹാപ്പിയാണ്. ഈ മുഖം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കേണ്ട. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ആദ്യമേ വോയിസ് ഓവർ കൊടുക്കേണ്ട അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ ചില പുറത്തു നിന്നുള്ള ബഹളവും വണ്ടിയുടെ സൗണ്ടും എല്ലാം കാരണമാണ് കേട്ടോ പിന്നെ വോയിസ് ഓവർ ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ആ ചിക്കൻ ഫ്രൈ ഇല്ലേ, അതിന് അസൽ ചിക്കനിലെയും നമ്മളുടെ KFCയിലെയും ഒക്കെ ഫ്രൈഡ് ചിക്കൻ്റെ ടേസ്റ്റാണ് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ആ ബോൺലെസ് പീസിൽ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം ഞാനത് വഴിയെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, കാണിച്ചു തരാവേ. പിന്നെ മറ്റേ എല്ലുള്ള പീസില്ലേ, എല്ലാണെങ്കിലും അത്ര ഹാർഡൊന്നും അല്ല കേട്ടോ. ഞാൻ എപ്പോഴും മേടിക്കുമ്പോൾ അത്ര മുഴുത്ത കോഴിയെ മേടിക്കാറില്ല. അത്യാവശ്യം ഒരു മീഡിയം ഒരു 1.5 കിലോ വരുന്ന കോഴിയെ 2ആയിട്ട് മേടിക്കുകയാണെങ്കിൽ, അതായത് 1.5 വരുന്ന 2 കോഴിയെ മേടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ മുഴുത്ത കോഴി ഒരുമാതിരി ചവർ ഫീലാണ്. കഴിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ പല്ലിൻ്റെ ഇടയ്ക്കും കയറും, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല. കുരുന്ന് കോഴിയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ ഒരു മടിയും ബുദ്ധിമുട്ടും കാണില്ല. അതുപോലെ പ്രായമായവരുണ്ടെങ്കിൽ അവർക്കും പാടില്ലാതെ അങ്ങ് കഴിക്കാൻ പറ്റും കേട്ടോ. മറ്റേതാണെങ്കിൽ ചവച്ച് നമ്മളുടെ വായൂടെ കഴിക്കുന്ന അവസ്ഥയോ. അപ്പം ഞാൻ ഇന്ന് ചിക്കൻ കറി പ്ലാൻ ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ.
കാരണം ചില സമയത്ത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് എത്ര എണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ എണ്ണയെല്ലാം കൂടെ കയറി സവോളയിൽ പിടിക്കുന്നതാണോ അതോ നമ്മളുടെ പാത്രത്തിൻ്റെ കുഴപ്പമാണോ എന്ന് ഫീൽ ചെയ്യാറുണ്ട്. കാരണം എണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാലും ഇതൊന്നും മൂക്കുന്നില്ല എന്നൊരു പ്രശ്നം എനിക്കുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരിപാടി ചെയ്തു. സവോള ആദ്യമേ എണ്ണയൊന്നും ഒഴിക്കാതെ വെറുതെ ചീൻചട്ടിയിലിട്ട് ഒന്ന് വാട്ടിയെടുത്തു. അപ്പോൾ അതിൽ വെള്ളമെല്ലാം വലിഞ്ഞിട്ടൊന്ന് തോർന്ന് കിട്ടി. പിന്നെ എണ്ണ ഒഴിച്ചപ്പോൾ നല്ലതുപോലെ മൂത്ത് കിട്ടി കേട്ടോ. ഇപ്പോഴത്തെ ഇനി സവോളയുടെ കുഴപ്പമാണോ ഒന്നും അറിയില്ല. കുറേ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാലും ചിലപ്പം ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ കുറച്ച് താമസം എടുക്കും. ഇതിപ്പോൾ ചിക്കൻ കറിക്കായതുകൊണ്ട് അധികം മൊരിയണ്ട, ഒന്ന് വരണ്ട് കിട്ടിയാൽ മതി. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള പൊടികളാണ് കേട്ടോ. മല്ലിപ്പൊടിയും ഗരം മസാലയും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും. ചിക്കൻ മസാല ഇപ്പം ഞാൻ ഇടാറേ ഇല്ല. മറ്റേത് ഈസ്റ്റേൻ്റെ പൊടിയായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ചിക്കൻ കറി ഫ്ലോപ്പ് ആവുന്നതല്ലാതെ ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലെ തന്നെ പൊടികൾ ഉപയോഗിച്ചാണ് കേട്ടോ. മുളക് പൊടിയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ മുളക് ഉണങ്ങി പൊടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി നമ്മൾ പുറത്തുനിന്ന് മേടിക്കും. മല്ലിപ്പൊടിയാണേലും അതേപോലെ തന്നെ ഗരം മസാലയൊന്നും നമ്മൾ ഒരിക്കലും പുറത്തുനിന്ന് മേടിക്കാറില്ല കേട്ടോ. കാരണം ഒട്ടും ടേസ്റ്റ് ഇല്ല. എനിക്ക് തോന്നുന്നത് എന്തോ വേസ്റ്റ് വരുന്ന ഐറ്റംസ് എല്ലാം കൂടെ എടുത്ത് പാക്ക് ചെയ്ത് നമുക്കിങ്ങനെ തരുന്നതാണ്. കാരണം ഗുണവും ഇല്ല, മണവും ഇല്ല, ഒന്നുമില്ലാത്ത പൊടികളാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ആ സമയത്ത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് വെയിലുള്ള സമയത്ത് ഉണങ്ങി പൊടിച്ച് ഒരു 2 പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു 3-4 പാത്രത്തിലായിട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാലും കേടായി പോകാതെ അങ്ങനെ തന്നെ ഇരുന്നോളൂ കേട്ടോ. എല്ലാം കൂടി ഒരു പാത്രത്തിലൊക്കെ ഇടുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നമ്മൾ ചെറിയ കുപ്പിയിലോട്ടൊക്കെ ആക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ കയ്യിലെ ഈർപ്പവും ഒക്കെ അടിച്ച് പൂപ്പൊക്കെ തട്ടിപ്പോകാൻ ചാൻസ്. അതിന് പകരം ഒരു 3-4 പാത്രത്തിലൊക്കെ ആയിട്ട് മുളക് പൊടി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കേടാവില്ല കേട്ടോ. പെട്ടെന്ന് കേടായി പോയാലും ഒരു ചെറിയ ടിന്നിലല്ലേ പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കേട്ടോ. അപ്പോൾ എനിക്കിതെല്ലാം കട്ട് ചെയ്ത് തരുന്നത് മമ്മിയാണ് കേട്ടോ. മമ്മി കട്ട് ചെയ്ത് തരുന്നത് കൊണ്ട് തന്നെ സംഗതി പെട്ടെന്ന് മൂത്ത് വഴണ്ട് നല്ലതുപോലെ കിട്ടും കേട്ടോ. ഞാനൊക്കെ ചില സമയത്ത് എളുപ്പത്തിന് ഇങ്ങനെ തോന്നിയ പോലെയൊക്കെ കട്ട് ചെയ്ത് വെക്കും. അപ്പോഴേ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഗ്യാസ് നഷ്ടമാവും, നമ്മുടെ കുറേ സമയം കൂടെ അങ്ങ് പോയി കിട്ടും. എല്ലാ പീസസും ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരേ ടൈമിൽ എല്ലാം ഒരുപോലെ മൂത്ത് കിട്ടും. നമ്മളുടെ സമയവും ലാഭം, ഗ്യാസും ലാഭം. മമ്മിക്ക് അരിയുന്നതിലൊക്കെ ഒരു പ്രത്യേക ഒരു ഇതുണ്ട് കേട്ടോ, ഇഷ്ടമുണ്ട്. ഏത് കാര്യവും ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴാണ് അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. എനിക്ക് ചില സമയത്ത് മടി വരുമ്പോൾ ഞാൻ തോന്നിയ പോലെ കട്ട് ചെയ്ത് ഉള്ളിയൊക്കെ ആമാണ്ട പീസായിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ കുറേ സമയം കൊണ്ട് എനിക്ക് പോയി കിട്ടി ആകെപ്പാടെ ദേഷ്യം വരുന്ന അവസ്ഥയാണ് കേട്ടോ. അപ്പം നമ്മൾ കുക്ക് ചെയ്യാൻ കയറുന്നുണ്ടെങ്കിൽ കുറച്ച് ക്ഷമയൊക്കെ ആവാം കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് അങ്ങനെയൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുന്നത് ക്യാമറയിൽ കിട്ടുന്നുണ്ടോ അതോ ഇനി അത് ഓഫ് ചെയ്തോ അല്ല ഓഫായി പോയോ എന്നൊക്കെയാണ് കേട്ടോ ചെക്ക് ചെയ്യുന്നത്. മിക്കപ്പോഴും എല്ലാം സെറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് സംഗതി അങ്ങ് ഓഫായി പോവും. വീണ്ടും ആദ്യം തൊട്ട് ചാർജിനിടും. അല്ലെങ്കിൽ ചിലപ്പോൾ ചാർജിനിടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വീഡിയോ എടുക്കുന്നതേ പ്ലാൻ മാറ്റി വേറെ പരിപാടിക്ക് പോകും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. ഇന്നെന്താണേലും ഇതിൻ്റെ വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ച് മെനക്കെട്ട് നിൽക്കുകയാണ് കേട്ടോ. നേരത്തെ ചാർജൊക്കെ ഇട്ടെങ്കിലും എങ്ങാനും എന്തെങ്കിലും ഇഷ്യൂ വന്ന് ഓഫായി പോയാലോ എന്ന് കരുതി ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ചിക്കൻ നല്ല സോഫ്റ്റായൊക്കെ കിട്ടാൻ കുറച്ച് തൈരൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. എനിക്ക് മിൻറ്റ് ലീഫ് കൊറിയാണ്ടർ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ചെറുതിലായിരുന്നപ്പോൾ തൊട്ടേ ഒരുവിധപ്പെട്ടവർക്കൊന്നും അന്നത്തെ കാലത്ത് എനിക്കറിയാവുന്ന എൻ്റെ സർക്കിളിലുള്ളവർക്ക് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ മല്ലിയില. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിങ്ങനെ വെറുതെ കയ്യിലിട്ട് ഞെരടി ഇങ്ങനെ മണപ്പിക്കാൻ. അന്ന് ഞാനൊക്കെ ആണെങ്കിലുണ്ടല്ലോ കുറേ മല്ലിയിലയൊക്കെ എല്ലാത്തിലും ഇടും. സാമ്പാറിലും ചിക്കൻ കറിയിലും സാലഡ്സിലും എല്ലാത്തിലും. പിന്നെ മല്ലിയില ചട്നിയും വേണ്ടിയതും വേണ്ടാത്തതിലും എല്ലാം അങ്ങ് മല്ലിയില ഇടുമായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ വരുന്ന ചില റിലേറ്റീവ്സ് പറയുമായിരുന്നു അവർക്ക് ഒട്ടുമേ ഇഷ്ടമല്ലെന്ന്. പക്ഷേ എനിക്ക് അന്നും ഇന്നും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നിറയെ മല്ലിയില ഞാൻ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ വെജിറ്റബിൾ ഗാർഡൻ കണ്ടിട്ടുള്ളവരെയൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് പുറത്ത് പോയപ്പോൾ ഇച്ചിരി കാര്യമായിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കലായതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് കുറച്ച് മല്ലിയില മേടിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പിടുന്നത് കാണിച്ചില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉപ്പോട് ഇട്ട് കൊടുക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം മമ്മി എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ ഗ്രേവി കുറച്ച് കുറവാണോ എന്ന് ചോദിക്കുന്നത് പോലെ. ഇത് കുറച്ച് ആയി കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്. ഇപ്പോഴത്തേക്ക് സവോള മൂത്ത് കിട്ടാൻ നല്ല പാടുണ്ട്. നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവോള വെറുതെ ചീനിച്ചട്ടിയിൽ എണ്ണയൊന്നും ഒഴിക്കാതെ അങ്ങനെ ഇട്ട് അതിൽ വെള്ളമെല്ലാം പോയി കഴിഞ്ഞിട്ടാണ് എണ്ണ ഒഴിച്ച് വഴറ്റിയെടുത്തത്. അപ്പോൾ നല്ലതുപോലെ വഴണ്ട് കിട്ടി കേട്ടോ. ഇപ്പോഴത്തെ സവോളയിലോട്ട് നമ്മൾ എത്ര എണ്ണ ഒഴിച്ചു കഴിഞ്ഞാലും എണ്ണ സവോള
കുടിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇനി നമ്മുടെ പാത്രത്തിൻ്റെ കുഴപ്പമാണോ എന്നറിയത്തില്ല. പക്ഷേ നോൺ സ്റ്റിക്കിൽ അതേ സമയം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്ത് കിട്ടും. ഇപ്പോൾ എനിക്ക് ആ സംഭവത്തിലിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല, കാരണം നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഉരുളി എടുത്തത് കേട്ടോ. ഈ ഉരുളി ഫസ്റ്റ് ഞാൻ പൊക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട, ഈ ഉരുളിക്ക് ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ. ഇതെൻ്റെ കുഞ്ഞു നാളിൽ തൊട്ടുള്ള ഉരുളിയാണ്. ഇപ്പോഴും ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ നമ്മൾ അരിപ്പൊടി വറുക്കാനൊക്കെയാണ് കൂടുതൽ എടുക്കുന്നത്. പിന്നെ അകത്തെ സിങ്കി വെച്ച് ഇത് കഴുകൽ നടക്കില്ല, നമ്മൾ പുറത്ത് കൊണ്ടുപോയി വേണം കഴുകാൻ. അത്രയ്ക്കും വലിപ്പമുണ്ട് കേട്ടോ. ഇത് നമ്മൾ മാന്നാർ മെറ്റൽസ് എന്നൊക്കെ കേട്ടിട്ടുള്ളവർക്കറിയാം. മാന്നാർ മെറ്റൽസ് എന്നുണ്ടോയെന്നൊരു ഡൗട്ട്. മാന്നാറു എന്നാണ് കേട്ടോ നമ്മൾ മേടിച്ചത്. മാന്നാർ ആണ് ഇതിൻ്റെയൊക്കെ ഉരുളിയുടെ നാട് തന്നെ. മാന്നാറാണ്, പരുമല മാന്നാർ. അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ഈ ഉരുളിയെല്ലാം മേടിച്ചിട്ടുള്ളത്. അവിടുത്തെ പാത്രങ്ങളൊക്കെ എത്ര വർഷമായാലും പോവില്ല. അവിടെ അങ്ങനെ കുറേ കടകളുണ്ട്. അതൊക്കെ ഇപ്പം ഞാനിങ്ങനെ ഓർത്തെടുത്തപ്പം നാസർ, കരീം അങ്ങനെയൊക്കെ പറഞ്ഞ കടകൾ അവിടെ ഉള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, മമ്മി പെർഫെക്റ്റിൻ്റെ ആളാണ്. എല്ലാ പീസസും ഏകദേശം ഒരേ സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിക്കനൊക്കെ ഒരേ ടൈമിൽ എല്ലാ പീസസും ഒരുപോലെ വെന്ത് കിട്ടും കേട്ടോ. തന്നെയല്ല, നമ്മൾ ഇളത്ത പരുവത്തിലുള്ള കോഴിയെ മേടിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചിക്കൻ പീസിന്. ചില കടയിൽ നിന്നൊക്കെ നമ്മൾ പണ്ട്, ഇപ്പോൾ ഒരുപാട് കാലമായി ഞാൻ പുറത്തുനിന്ന് ചിക്കൻ ബിരിയാണി മേടിക്കുന്ന സമയത്ത് ചിക്കൻ്റെ ഉള്ളിലും മസാല കയറില്ല, ഒരുമാതിരി വെളുത്ത് പുഴുങ്ങിയ മാതിരി ഇരിക്കും ഇറച്ചി. പക്ഷേ ഇതാണെങ്കിൽ ഉള്ളിലെ എരിവും എല്ലാ ഫ്ലേവേഴ്സും പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. പക്ഷേ അങ്ങനെ കഴിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കാൻ പാടില്ല. ഉള്ള കൊളസ്ട്രോളും എല്ലാം കൂടെ ഇങ്ങനെ കയറിപ്പോരും. പിന്നെ പറയണ്ടല്ലോ. അപ്പം ഇതാ നല്ല പോലെ ഇനി നമുക്കിതിനെ ഇതിനകത്തിട്ട് പെരട്ടി, ഇതിനകത്ത് കിടന്ന വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. നല്ല പോലെ ഇതിനകത്ത് കിടന്ന മസാലയൊക്കെ പിടിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വെന്ത് കുറുകി സെറ്റായി വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് നമ്മളുടെ റൈസിൻ്റെയും ബാക്കി റൈസിലേക്കുള്ള ഉള്ളിയുടെയും പരിപാടിയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഒരു ചെറിയ എന്താണ് തിന്നായിട്ട് കട്ട് ചെയ്തിരിക്കുന്നുണ്ട് തന്നെ അധിക സമയം നമ്മൾ വെക്കണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ എല്ലാം പിടിച്ചോളും. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയാണ് കേട്ടോ നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് സെറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്ത് തേച്ച് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടെ തേക്കണം. പിന്നെ നിങ്ങളെ വെറുതെ ബോർ എടുപ്പിക്കണ്ടല്ലോ എന്ന് എഴുതി കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അല്ല, അതിനൊരു ക്യാമറ ഓപ്പറേറ്റർ വേണം. അപ്പം മമ്മി പറഞ്ഞില്ലേ ഉപ്പ് അധികം വേണ്ടാതെ. പിന്നെ ഈ നാരങ്ങ ഫുൾ പിഴിഞ്ഞൊഴിക്കണോ അമ്മേ? അത് കഴിഞ്ഞതേ ഈ ഒരു നാരങ്ങയും കൂടെ ഫൈനലായിട്ട് ചേർക്കുക കേട്ടോ. ഇന്നത്തെ ദിവസം ഉണ്ടാക്കുമ്പോൾ എന്താണെന്നറിയില്ല. മറ്റേത് ഞാൻ എന്തെങ്കിലും തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇന്നെന്തോ മമ്മി ഇവിടെ അടുക്കളയിലുള്ളത് കൊണ്ട് മമ്മിയോടുകൂടെ അഭിപ്രായം ചോദിച്ചിട്ടാണ് കേട്ടോ എല്ലാം ഉണ്ടാക്കുന്നത്. സാധാരണ മമ്മി അവിടെ റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്കിഷ്ടമുള്ളതുപോലൊക്കെ ഞാനങ്ങ് ഉണ്ടാക്കും. ഈ മമ്മി പറയുന്ന കേട്ടുണ്ടാക്കുകയാണെങ്കിൽ ആ റെസിപ്പി ഉണ്ടാക്കി കഴിയുമ്പോൾ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഫൈനലായിട്ട് കുറച്ച് നാരങ്ങാനീരും കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പ് കുറവാണെന്ന് മമ്മി ഉപ്പ് നോക്കിയിട്ട് പറഞ്ഞു. ഇനിയിപ്പോൾ ഞാനായിരുന്നു ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഉള്ള ഉപ്പിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് വറക്കും. എന്നിട്ട് ഉപ്പില്ല എന്ന് തോന്നിയാലും അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. മമ്മി അങ്ങനെയല്ല, എന്തുണ്ടാക്കിയാലും ഉപ്പും പുളി എരിവും എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. അപ്പം നാരങ്ങ പിഴിഞ്ഞതേ അതിൻ്റെ എന്താണ് പറയുന്നത്, അതിൻ്റെ അതപ്പതനം കണ്ടിട്ടുണ്ട്. അത്രയും നീര് പിഴിഞ്ഞ് ഇതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സാധനം നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഫുൾ നാര് ഇതിനിപ്പോൾ ബാക്കി അവിടോട്ട് നീക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ ആകെ അവിടെ ഇരുന്ന് ഉണങ്ങി കരിഞ്ഞങ്ങ് കളയത്തേ ഉള്ളൂ. ഇത് നമ്മൾ ഫുൾ പിഴിഞ്ഞ് അതിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് ഇളക്കുക കേട്ടോ. ഇളക്കി മിക്സ് ചെയ്ത് ഒരു 1.5 മണിക്കൂർ വെക്കാനുള്ള സമയം നമുക്കുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 11 മണിയല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ 1.5 മണിക്കൂർ വെക്കാനുള്ള സമയമില്ല. 12 ആവുമ്പോഴെങ്കിലും ഫ്രൈ ചെയ്യണം. കാരണം 12:30ക്കാണ് ഇവിടുത്തെ ലഞ്ച് ടൈം. കറക്റ്റ് ടൈമിങ്ങാണ് ഇവിടെ കഴിക്കുന്നത് കേട്ടോ.
അങ്ങനെ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി. മമ്മി അങ്ങ് സാലഡിൻ്റെ പരിപാടി തുടങ്ങി. ടൊമാറ്റോ മാത്രമേ ഇടുന്നുള്ളൂ മമ്മി സാലഡിൽ. കുക്കുംബറൊന്നും ഇരിപ്പില്ല അല്ലേ? കുക്കുംബർ ഇല്ല വേണം. ഇല്ലല്ലേ? വേണ്ട. ടൊമാറ്റോ മതിയല്ലോ. കുറേ നാളെ നമ്മൾ ടൊമാറ്റോ മാത്രമായിട്ട് ഇട്ട് സാലഡ് ഉണ്ടാക്കിയിട്ട്. മറ്റേ നമ്മളെപ്പോഴും ക്യാരറ്റും ഒക്കെ ഇടാറില്ലായിരുന്നോ? ക്യാരറ്റും കുക്കുംബറും. വേണ്ട ക്യാരറ്റ് ഇടണ്ട, ഇന്നേതായാലും ഇടണ്ട. കുറേ നാളായി ടൊമാറ്റോ മാത്രം. അപ്പോൾ നമ്മളുടെ റൈസല്ല ചിക്കൻ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. റൈസ് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ രാവിലെ ഈ പരിപാടി അങ്ങ് ഒതുക്കി. ഇതായി കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു സമാധാനമാണ്. അപ്പം നമ്മളുടെ ചിക്കൻ കറി അല്ല, നമ്മളിതിൽ കുറേശ്ശെ നമ്മളുടെ റൈസിലിട്ട് മിക്സ് ചെയ്തെടുത്ത് ഒരു ബിരിയാണി പോലെ ആക്കാനാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. യമ്മി, കാണുമ്പോൾ തന്നെ കൊതിയൂറുന്നു. ഇതുപോലെ ചെറിയ പീസാക്കി ഇടുന്ന കേട്ടോ എപ്പോഴും നല്ലത്. പണ്ടൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. എനിക്ക് വലിയ പീസായിരുന്നു ഇഷ്ടം. പിന്നീട് ഇപ്പം എനിക്കൊരു കൊച്ചായപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിക്കാനൊരു സുഖം ഇതുപോലത്തെ ചെറിയ പീസുകളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിനകത്ത് ഈ മസാലയ്ക്കകത്തേക്ക് കിടന്ന് വെന്ത് സെറ്റാണ് കേട്ടോ. കറിയല്ല, നമ്മൾ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ തവി ഇനിയും വേണോ? കുറേശ്ശെ ചോറിട്ട് കൊടുക്കണം കേട്ടോ. ഓരോരോ ലെയർ ഇട്ട് കൊടുക്കാവേ. നല്ല കളറുണ്ട് നമ്മുടെ റൈസിനല്ലേ. പിന്നെ വേറൊരു റൈസ് ഉണ്ട്, ആനിബാബിക്കാന്ന് തോന്നുന്നു, ഗോൾഡൻ അല്ലേ? മമ്മി ഇവിടെ നിന്ന് റൈസിട്ട് എനിക്ക് വേറെ കുറച്ച് ജോലിയുണ്ട്, അതൊന്ന് ചെയ്തിട്ട് വരാം. ഈ റൈസ് ഫുൾ ഫില്ലായി കഴിഞ്ഞിട്ട് നമുക്ക് വരാം. അതോ മമ്മി ചിക്കൻ ഇടാൻ പോവാണോ ഇനി ഉടനെ തന്നെ? എനിക്ക് ഈ മല്ലിയില ഇല്ലാതെ ബിരിയാണി പറ്റില്ല കേട്ടോ. എനിക്കും അതെ, മമ്മിക്കും അതെ. സാമ്പാറിലും പിന്നെ രസത്തിലും അതേപോലെ ബിരിയാണിയിലും ഒക്കെ മല്ലിയില എത്രയും ഇടാവോ അത്രയും കൂടി ഇടും. വേണേൽ പച്ചയ്ക്ക് കഴിക്കാനും എനിക്കിഷ്ടമാണ് കേട്ടോ. ചിലർക്കൊന്നും ഇതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടില്ല. എൻ്റെ വീട്ടിൽ വരുന്ന മിക്ക റിലേറ്റീവ്സിനും ഈ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല. പക്ഷേ എനിക്കെന്താണോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫൈനൽ ടേസ്റ്റ് ഭയങ്കരമായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. നമ്മളുടെ ഈ ഗ്രേവിയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി റെസിപ്പി ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും. പിന്നെ എനിക്ക് ഈ അളവും കാര്യങ്ങളും ഒന്നും പറയാത്തത്, ഞാൻ എല്ലാം നമ്മളെടുക്കുന്ന ചിക്കൻ്റെ അല്ലെ മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് കേട്ടോ എപ്പോഴും പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അളവും കാര്യങ്ങളൊന്നും പറയാത്തത്. പിന്നെ ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ എത്രയൊക്കെയാണ് ചേർക്കേണ്ടതെന്നൊക്കെ. നമുക്ക് പൊതുവെ എല്ലാത്തിനെക്കുറിച്ചൊരു ഐഡിയ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയാത്തത്. നമ്മൾ വല്ലപ്പോഴും ഇത്ര ഗംഭീരമായിട്ട് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇത്രയും നെയ്യും കാര്യങ്ങളൊന്നും നമ്മളുടെ ഉള്ളിലോട്ട് വന്ന് അത്ര നല്ലതല്ലല്ലോ. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് ജോലി തീർക്കാൻ വേണ്ടിയിട്ട് റൈസ് ഇതുപോലെ ഫ്രൈഡ് റൈസും ചിക്കൻ ബിരിയാണിയൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഇത്രയ്ക്കങ്ങ് നെയ്യൊന്നും വാരിക്കോരി ഒഴിക്കില്ല കേട്ടോ. പിന്നെ വല്ലപ്പോഴും നല്ല രുചിയോടുകൂടെ കഴിക്കാൻ ആഗ്രഹിക്കാത്തവരും കുറവല്ലേ. പിന്നെ ചില സമയങ്ങളിൽ മാത്രം നമ്മൾ പിറ്റേ ദിവസം അല്ല ഒരു തേർഡ് ഡേ ഒക്കെ ആയിരിക്കും അയ്യോ ബിരിയാണി എന്തെങ്കിലും സെക്കൻഡ് ഡേ നമുക്ക് തിരക്കൊക്കെ വന്നിട്ട് നമ്മൾ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ തേർഡ് ഡേ ഒക്കെ ആണെങ്കിൽ നമ്മളിത് എടുക്കില്ല കേട്ടോ. പിന്നെ നമ്മളുടെ കോഴിമക്കൾക്ക് തന്നെയായിരിക്കും ഇതൊക്കെ കൊടുക്കുക. ഒരു ദിവസത്തിൽ കൂടുതലൊന്നും, അതായത് സെക്കൻഡ് ഡേ എടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതൊന്നും ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാത്തതാണ് കേട്ടോ നല്ലത്. നമ്മളുടെ ആരോഗ്യത്തിന് നമ്മളുടെ വീട്ടിലുണ്ടാക്കിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു തേർഡ് ഡേയിലൊന്നും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാത്ത തന്നെയായിരിക്കും കേട്ടോ നല്ലത്. അപ്പം അതവിടെ ഇരുന്ന് ആയിക്കോട്ടെ. അപ്പോഴത്തേക്ക് നമ്മളുടെ ഇനിയും ചിക്കൻ്റെ പരിപാടി ബാക്കി കിടക്കുന്നേ ഉള്ളൂ കേട്ടോ.
പക്ഷേ ആ ചിക്കൻ്റെ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. അതൊരു നെക്സ്റ്റ് വീഡിയോയിൽ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. കാരണം ഇത് തന്നെ ഒരു കുറച്ച് ലെങ്തി ആയിപ്പോയെന്ന് തോന്നുന്നു. കാണുന്നവർക്കും എന്താണെങ്കിലും ബോറടിക്കും. വളരെ കുറച്ച് പേരെ കാണാനുള്ളൂ. ആ കാണുന്നവരുടെ ഒരു ഇതൂടെ ഞാൻ നോക്കണമല്ലോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ഈ ചിക്കൻ ബിരിയാണി വിശേഷങ്ങൾ. സംഗതി നല്ല അടിപൊളിയായിട്ട് വന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മിക്സിങ്ങിലും ഒരു ടേസ്റ്റ് ഒളിഞ്ഞിരിപ്പുണ്ട്. അതാണ് മമ്മി ഗംഭീരമായിട്ട് ഇവിടെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇത്തിരി കാര്യമായിട്ടാണെന്ന് പറഞ്ഞല്ലോ. പണ്ടൊക്കെ നമ്മൾക്ക് ഈ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് കിട്ടുന്ന ബിരിയാണിക്കകത്തിൽ മുട്ട പുഴുങ്ങി തരുമായിരുന്നു കേട്ടോ. ഞാൻ അധികം വേറെ ഹോട്ടലിൽ നിന്നൊന്നും കഴിക്കാത്തത് കൊണ്ട് ഇന്ത്യൻ കോഫി ഹൗസിലെ കാര്യം എനിക്ക് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ മുട്ട പുഴുങ്ങിയത് തരുമായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഈ ചിക്കനകത്തൊക്കെ എന്താണ് മസാലയൊന്നും പിടിക്കാത്ത പോലെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ മുട്ട കൂട്ടിയായിരുന്നു കേട്ടോ അവിടുത്തെ ബിരിയാണിയൊക്കെ കഴിക്കുന്നത്. പിന്നെ ഇന്ത്യൻ കോഫി ഹൗസിലെ ബിരിയാണിക്കൊന്നും അത്ര വലിയ ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പോൾ കുറേ കാലമായി കഴിച്ചിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ടെന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്കൂടെയൊക്കെ വേണ്ടിയിട്ടായിട്ട് ഇന്ന് ഒരു മുട്ട പുഴുങ്ങിയതോടെ ഉണ്ടാക്കി കേട്ടോ. പിന്നെ നമ്മളുടെ കോഴിമക്കൾ അത്യാവശ്യം മുട്ടയൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ അതവിടെ ഇരുന്നാലും ചില സമയങ്ങളിലൊക്കെ ചീത്തയായി പോകാറുണ്ട് കേട്ടോ. എല്ലാം ഒന്നും എപ്പോഴും നമ്മളുടെ കണ്ണ് എത്തിയെന്ന് വരില്ലല്ലോ എല്ലായിടത്തും. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് ചീത്തയായി പോകാറുണ്ട്. അപ്പം അതുകൂടെ പുഴുങ്ങി 2 എണ്ണം അങ്ങ് വെച്ചു കേട്ടോ. പിന്നെ നമ്മളുടെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. അത് നെക്സ്റ്റ് വീഡിയോ കാണിക്കും.